കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എന്ന് പറയണ. ഒരു ദിവസം ഞാൻ ഒരു സഹോദരോട് പറഞ്ഞേ, നമ്മൾ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്നാൽ പോരെ. അതല്ലേ ആത്മാർത്ഥം. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിലിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാൾ ഈ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത്? നമ്മൾ പിഴയില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത്? അവിടുത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത്. വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല. ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്. അപ്പം അതിന് പോലും അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജങ്കെന്ന സാധനം ഉണ്ടല്ലേ, അത് നമ്മളെടുത്ത് ഡസ്റ്റ്ബിന്നിലിടുന്നില്ലേ. അപ്പം അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം. അനുതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്ന് ദൈവം നോക്കത്തുള്ളൂ. അനുതാപത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനുതാപത്തിൻ്റെ കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവവേദന ഒന്ന് ചിന്തിച്ച്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഉൾപ്പെട്ട് പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണെന്നൊരു കാര്യമില്ല. എല്ലാം വീക്കെന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല. നമ്മൾ അതിന് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. പാപം നൽകുന്ന ഒരു ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തോടും കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാമും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ഷൻ വരത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ, ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും. അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ്.